ഈ സാധനം നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഇതാണ് മുള്ളാത്ത കേട്ടോ, മുള്ളാത്തയാണിത്. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നല്ല, നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചേച്ചി നമുക്ക് ചേച്ചി എപ്പോഴും കറികളൊക്കെ തരുമെന്ന് ഞാൻ പറയത്തില്ല. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിലുണ്ട്. അപ്പോൾ അപ്പുറത്തും കൊണ്ട് കൊടുത്ത് ഇവിടെ ഒരെണ്ണം 2 കിലോ ഇപ്പുറം ഓരോന്ന് തന്ന്. ഞാനിപ്പോൾ ഇച്ചിരി പഴുത്തില്ലായിരുന്നു, അപ്പോൾ ഞാൻ പഴുക്കട്ടെന്ന് വെച്ച് ഇപ്പോഴും ശരിക്കും ചില ഭാഗമൊക്കെ നന്നായിട്ട് പഴുത്തിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് മുറിച്ച് കാണിക്കാം. മുള്ളാത്ത നല്ല ഹെൽത്തി ആയിട്ടുള്ള പഴമാണ്. എല്ലാവർക്കും അതിൻ്റെ ടേസ്റ്റ് വലിയ ടേസ്റ്റൊന്നുമില്ല, ഒരു പുളിയും ചെറിയൊരു മധുരമൊക്കെ ആയിട്ട്. ഇങ്ങനെയാണ് എൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത് കേട്ടോ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ കൂഴിച്ചക്കയൊക്കെ തിന്നത്തില്ലേ, അത് ഒത്തിരി വിളഞ്ഞ സമയത്ത് ഒത്തിരി അങ്ങ് പഴുത്ത് പോയാൽ നമ്മൾ കൂഴിച്ചക്ക തിന്നുന്ന പോലെ തന്നെ ഇരിക്കും, നമ്മൾ വലിഞ്ഞിരിക്കും ഒരു. പക്ഷേ ഇത് ഇച്ചിരി ഒരു ഇത്രയും പഴുക്കുന്നതിന് മുമ്പ് കഴിക്കുവാണെങ്കിൽ നല്ല കുരുവുണ്ട്. ഇപ്പോൾ നമ്മൾ കൂഴിച്ചക്കയൊക്കെ കഴിക്കുന്ന പോലെ കഴിച്ച് നോക്കട്ടെ. മധുരം ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ട്. നമ്മൾ ചവണിയൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് ചവയത്തില്ലല്ലോ, അതുപോലെ ഇരിക്കുന്നു കേട്ടോ. ഇച്ചിരി പച്ച ടൈപ്പ് കഴിക്കുവാണെങ്കിൽ നമുക്ക് ചവച്ച് നന്നായിട്ട് ചവച്ചങ്ങ് ചവഞ്ഞ് ഇതുപോലെ ചതഞ്ഞിരിക്കുന്നില്ല. അത് പല്ലിനിടയ്ക്കോട്ട് ഇങ്ങനെ ചവണി കയറുന്ന പോലെ കയറും കേട്ടോ. അപ്പം ഹെൽത്തിയാണ്. പക്ഷേ ഇത് വെച്ച് പെട്ടെന്ന് ഉണ്ടാകും. നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു, ഇപ്പോഴും നിൽപ്പുണ്ട്, പക്ഷേ കായൊന്നും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് ഞങ്ങൾ വെട്ടിക്കളഞ്ഞു. ചില വീട്ടിൽ നന്നായിട്ടുണ്ടാകും കേട്ടോ. അപ്പം നമ്മുടെ മുള്ളാത്ത